ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? കുറേ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. ഒരു വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ കുറേ ദിവസമായി. കാരണം നമ്മളോട് ഇപ്പോൾ പാർട്ട്ണറില്ല. നമ്മുടെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി വരാൻ പോവുകയാണ്. അപ്പോൾ ആളിപ്പോൾ അതിൻ്റെ കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഇന്നിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒക്കെ ആയിട്ടുള്ള കുറച്ച് പേര് +2 കഴിഞ്ഞിട്ട് ജർമ്മൻ പഠനം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. കാരണം ഇപ്പം നമ്മുടെ നാട്ടിൽ +2ൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ട് എല്ലാവരും ഓരോ കോഴ്സ് തിരഞ്ഞെടുക്കുക, ഓരോ ലാംഗ്വേജ് പഠിക്കാൻ പോവുക, ആ ഒരു രീതിയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ കുറേ പേര് ചോദിച്ചാണ് +2വിന് ശേഷം ജർമ്മൻ പഠനം എങ്ങനെയുണ്ട്, പോസിബിൾ ആണോ, പഠിക്കാൻ എളുപ്പമാണോ, പഠിച്ചിട്ട് ഗുണമുണ്ടോ. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന പോലെ +2 കഴിഞ്ഞിട്ട് ജർമ്മൻ പഠിച്ചിട്ട് ഹൗസ് ബിൽഡിങ് ചെയ്യാൻ വേണ്ടി ജർമ്മനിയിലേക്ക് പെട്ടെന്ന് വരാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ചിലർ ചോദിച്ചത് എൻ്റെ മകൻ +2വിന് ശേഷം ഇപ്പോൾ ജർമ്മൻ പഠിക്കാൻ ചേർന്നിട്ടുണ്ട്, അവന് പഠിച്ചെടുക്കാൻ പറ്റുമോ, എളുപ്പമായിരിക്കുമോ, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസൊക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ +2വിന് ശേഷം ജർമ്മൻ സെലക്ട് ചെയ്തിരിക്കുന്ന കുട്ടികളാണ്, അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന രക്ഷിതാക്കളോടാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ +2വിന് ശേഷം പഠിക്കാൻ ചേർന്ന് കഴിയുമ്പോൾ നമ്മൾ ഒരു ലാംഗ്വേജ് പഠിക്കാൻ ചേരുമ്പോൾ നല്ല ടൈം എടുത്ത് പഠിക്കേണ്ട ഒന്നാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ +2വിന് ശേഷം നമ്മൾ ലാംഗ്വേജ് പഠിക്കാൻ ചൂസ് ചെയ്യുന്ന സമയമുണ്ടല്ലോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയം. കാരണം നമ്മൾ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ഒന്നല്ല, ഒരു രണ്ടല്ല, ഒരു 3-4 വട്ടം ഇരുത്തി ചിന്തിക്കണം, നമ്മൾ ഇത് ചെയ്യുന്നത് കറക്റ്റാണോ, അല്ലെങ്കിൽ ഈ ഒരു ഭാഷ പഠിക്കാൻ നമ്മൾ ചേരുന്നത് എന്നുള്ളത് ഒരു നല്ലൊരു തീരുമാനം തന്നെയാണോ എന്ന് നമ്മൾ ഉറച്ച് ഒന്ന് ഇരുത്തി ചിന്തിക്കണം, എന്നിട്ട് വേണം നമ്മൾ ഇറങ്ങാൻ വേണ്ടി. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ +2വിന് ശേഷം ഇത് പഠിക്കാൻ ചേരുന്നു, അറൗണ്ട് 1 ഇയർ അടുത്ത് വരും നമ്മൾ B2 കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചിറങ്ങാൻ നേരത്ത്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഇത് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്ന വ്യക്തികളുണ്ട്. നമുക്ക് പേഴ്സണലി അറിയാവുന്ന കുറേ പേരുണ്ട്, കുറേ കുട്ടികളുണ്ട്. A2 കഴിഞ്ഞിട്ട് A1 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ B1 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ B2വിൻ്റെ എക്സാം എഴുതി എന്താ പറയുക, അവർ തന്നെ മടുത്തിട്ട് ഇത് പറ്റില്ല ചേട്ടാ, ഞങ്ങൾ വേറെ ഇതിന് പോവുകയാണ്, അല്ലെങ്കിൽ ഇത് പറ്റില്ല ചേച്ചി, ഞങ്ങൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യുവാണ് എന്നൊക്കെ പറയുന്ന ഇഷ്ടംപോലെ കുട്ടികളെ നമുക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ടൈം, ഈ +2വിന് ശേഷം നമ്മൾ ഇറങ്ങാൻ നേരത്തുള്ള നമ്മുടെ ടൈമാണ് ഏറ്റവും വാല്യുബിൾ. നമ്മൾ എന്താണോ എത്തേണ്ടത്, എവിടെയാണ് എത്തേണ്ടതെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്ന സമയമാണ് +2വിന് ശേഷമുള്ള ടൈം. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നും പറഞ്ഞ് എടുത്തു ചാടി നമ്മൾ ഒരിക്കലും ഈ ലാംഗ്വേജ് പഠിക്കാൻ ചേരരുത്. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. കാരണം അങ്ങനെ ചേർന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രോപ്പ് ഔട്ടായിട്ട് ഇട്ടിട്ട് പോകുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മൾ മാത്രം സമയമാണ്. അല്ലാണ്ട് നമ്മളെ പറഞ്ഞ് ഫോഴ്സ് ചെയ്ത് തള്ളി വിടുന്നവരുടെ സമയമൊന്നുമല്ല. പഠിക്കാൻ പോകുന്നത് ആരാണോ അവരുടെ ടൈമാണ് വേസ്റ്റ് ആവുന്നത്, അല്ലേ? ആലോചിച്ച് നോക്കി, നമ്മളിപ്പോൾ ഒരു ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി ചേർന്നു, ഒരു 6 മാസം അല്ലെങ്കിൽ 8 മാസം പഠിച്ചു, അല്ലെങ്കിൽ ഒരു 3 മാസം പഠിച്ചു, 4 മാസം പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് നിർത്തിയിട്ട് പോകുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ മാത്രം സമയമാണ്, വേറെ ആരുടെയല്ല. അതുപോലെ തന്നെ സമയം പോലെ തന്നെയാണ് നമ്മുടെ പൈസയും, അല്ലേ? ഇപ്പോൾ ഈ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. നമ്മളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി പലതും പറഞ്ഞ് ചേർപ്പിക്കുന്ന ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. 6 മാസം കൊണ്ട് 8 മാസം കൊണ്ട് നിങ്ങൾക്ക് B2 എടുത്തിട്ട് ഹൗസ് ബിൽഡിംഗ് എടുത്ത് തരാമെന്ന് പറഞ്ഞ് അതിൽ എത്ര പേര് സക്സസ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാഷും കൂടി നമ്മൾ നോക്കുന്നു. ഇത്ര രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ ടൈമും ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ലാംഗ്വേജ് പഠിക്കാൻ ചേരാൻ നേരത്ത് നമ്മൾ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ലാംഗ്വേജ് പഠിച്ചിറങ്ങുക എന്നുള്ളത് നമ്മുടെ തന്നെ ഒരു ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ +2വിന് ശേഷമുള്ള ജർമ്മൻ പഠനം എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നമുക്ക് ലാംഗ്വേജ് പഠിക്കുക, ജർമ്മനിൽ വരാം, ഹൗസ് ബിൽഡിങ് ചെയ്യാം, അതോടൊപ്പം തന്നെ നമുക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാം, ഹൗസ് ബിൽഡിങ്ങിന് ശേഷം നമുക്ക് ജർമ്മനിയിൽ തന്നെ സെറ്റിലാവാം. അങ്ങനെ നമുക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ ഈ ലാംഗ്വേജ് പഠിച്ചെടുക്കുക എന്നുള്ള ടൈമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മളത്ര ഉറപ്പോടുകൂടി മാത്രം നമ്മൾ ഈ +2വിന് ശേഷമുള്ള ലാംഗ്വേജ് പഠനത്തിലേക്ക് ഇറങ്ങുക. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാവുന്നത് നിങ്ങളുടെ മാത്രം സമയവും നിങ്ങളുടെ ക്യാഷുമാണ്. നമ്മൾ സാധാരണ കുടുംബത്തിൽ നിന്ന് നമ്മുടെ അച്ഛനും അമ്മയും കഷ്ടപ്പെടുന്ന പൈസ കൊടുത്തിട്ട് നമ്മൾ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ട് പൈസ, അവർ പറയുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇടയ്ക്ക് വെച്ച് അത് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ഇറങ്ങി വരാൻ നേരത്ത്
നമ്മുടെ സമയം മാത്രമല്ല, നമ്മുടെ ക്യാഷും കൂടിയാണ് നഷ്ടപ്പെടുന്നത്. ആ പോയ സമയമോ പോയ ക്യാഷോ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ക്യാഷ് ചിലപ്പോൾ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമായിരിക്കും, എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കഷ്ടപ്പെട്ട് നമുക്ക് തിരിച്ചെടുക്കാം. പക്ഷെ നമ്മുടെ ആ പോയ സമയമുണ്ടല്ലോ, അതൊരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഞാൻ എടുത്ത തീരുമാനം മണ്ടത്തരമായി പോയോ, ഇത് ഈ ലാംഗ്വേജ് പഠിക്കണ്ടായിരുന്നു, എനിക്ക് വേറെ വല്ല ഡിഗ്രി കോഴ്സോ അല്ലെങ്കിൽ വല്ല എൻജിനീയറിങ്ങോ ITയോ എന്തെങ്കിലും എടുത്താൽ മതിയായിരുന്നു, ഈ ലാംഗ്വേജ് പഠിക്കാൻ വരേണ്ട ആവശ്യമില്ലായിരുന്നു, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ഒരു നേഴ്സിംഗ് ആയാലും പോയാൽ മതിയായിരുന്നു എന്ന് തോന്നും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ +2 ശേഷം നമ്മൾ ജർമ്മൻ സെലക്ട് ചെയ്യാൻ നേരത്ത് ഇരുത്തി ചിന്തിച്ച് എന്നെക്കൊണ്ട് പൂർണ്ണമായിട്ടും പറ്റും എന്ന് ഉറച്ച് വിശ്വസിച്ചിട്ട് മാത്രം ലാംഗ്വേജ് പഠിക്കാൻ ചേരുക. അല്ലാണ്ട് ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി ഒരിക്കലും ലാംഗ്വേജ് പഠിക്കാൻ ചേരരുത്. വീട്ടുകാരുടെയോ കൂട്ടുകാരുടെയോ അങ്ങനെ ഫോഴ്സിന് വഴങ്ങിയിട്ട് ഒരിക്കലും ലാംഗ്വേജ് പഠിക്കാൻ ചേരരുത്. അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് പോയി +2 ശേഷം ജർമ്മൻ പഠിച്ചിട്ട് അവർ ജർമ്മനിൽ പോയി, അപ്പോൾ എനിക്കും സിമ്പിളായിട്ട് പഠിച്ച് പോകാൻ പറ്റും അങ്ങനെ വിചാരിക്കരുത്. ഈ ലാംഗ്വേജ് പഠിക്കുന്നതിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഉൾക്കൊണ്ട് ലാംഗ്വേജ് പഠിച്ച് ഞാൻ പോകും എന്ന് ഉറപ്പിച്ചിട്ട് മാത്രം ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി ചേരുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം കേട്ടോ. കാരണം ഞാൻ നാട്ടിൽ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി എറണാകുളത്തുള്ള ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു ചേർന്നത്. അപ്പോൾ എൻ്റെ ഒപ്പം ഒരു 15 കുട്ടികളുണ്ടായിരുന്നു ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി. അതിൽ ഡിഗ്രി കഴിഞ്ഞവരുണ്ടായിരുന്നു, +2 കഴിഞ്ഞവരുണ്ടായിരുന്നു. ഞാൻ മാത്രമായിരുന്നു കുറച്ചും കൂടി ഏജ് ആയിട്ടുള്ള ഒരാൾ. സ്പൗസ് വിസയ്ക്ക് വേണ്ടി ഞാൻ മാത്രം ഉണ്ടാകും. ബാക്കി എല്ലാവരും ഹൗസ് ബിൽഡിങ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ ഒരു ഇതെടുത്തിട്ടാണ് ഈ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളാ 15 പേരിൽ ഇവിടെ ഇപ്പോൾ ജർമ്മനിയിൽ എത്തിയിരിക്കുന്നത്, ഞാൻ സ്പൗസ് വിസയ്ക്ക് എത്തി. അല്ലാതെ എത്തിയിരിക്കുന്നത് 2 പേരാണ്. അവരെത്തിയിട്ടില്ല, ഇപ്പോൾ VFS കഴിഞ്ഞ് നിൽക്കുവാണ് നാട്ടിൽ. ബാക്കി ആരും തന്നെ ഇതുവരെ B2 കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. 1 വർഷം 1.5 വർഷമായി, 1 വർഷം മേളിലായിപ്പോൾ. ആരും ഇതുവരെ B2 കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അതോടൊപ്പം തന്നെ ചിലർ ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ഔട്ടായിട്ട് പോയി. കുറച്ച് പേര് ഇപ്പോഴും B2 ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ച് പേര് ഇടയ്ക്ക് ഡ്രോപ്പ് ഔട്ട് ആക്കിയിട്ട് പോയി. അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ആക്കിയിട്ട് പോയവരുടെ ജീവിതം വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അവരുടെ ആ പോയ സമയമുണ്ടല്ലോ, അത് നമുക്ക് ഒരിക്കലും തിരിച്ച് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ ചേർന്ന കുട്ടികളോട് എനിക്ക് പിന്നെയും എടുത്ത് പറയാനുള്ളത് ആ ഒരു കാര്യം മാത്രമാണ്. നിങ്ങൾ ലാംഗ്വേജ് പഠിക്കാൻ ചേർന്നോ, അതൊരു നല്ല തീരുമാനം തന്നെയാണ്. പക്ഷേ ആ ചേർന്ന തീരുമാനം നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചെടുത്ത തീരുമാനം മാത്രമായിരിക്കണം. അല്ലാണ്ട് ആരും ഫോഴ്സ് ചെയ്തെടുത്ത തീരുമാനമാവരുത്, അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടുകൊണ്ടെടുത്ത തീരുമാനമാവരുത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞ വാക്ക് വിശ്വസിച്ച് എടുത്ത തീരുമാനമാവരുത്. നിങ്ങളെടുത്ത ഡിസിഷൻ അത് നിങ്ങളെ മാത്രമായിരിക്കണം. നിങ്ങൾ ഉറപ്പിച്ച് എന്നെക്കൊണ്ട് പറ്റും എന്ന് ഒരു ഉറപ്പിന്മേലെടുത്തൊരു തീരുമാനമായിരിക്കണം ഈ +2 ശേഷമുള്ള ലാംഗ്വേജ് പഠനം എന്ന് പറയുന്നത്. പിന്നെ ഈ ലാംഗ്വേജ് പഠിക്കുന്ന കാര്യം അതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ സിമ്പിളാണ് ലാംഗ്വേജ്. അല്ലാണ്ട് നമ്മൾ എങ്ങനെയും ഒന്ന് പഠിച്ചെടുത്താൽ മതി എന്നുള്ളൊരു രീതിയിലാണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ട് ആയിട്ട് തോന്നും. ഓരോ ആളുകളും പഠിക്കുന്ന രീതി അനുസരിച്ചിരിക്കും. ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ സിമ്പിളാണ്. ഇപ്പോൾ ലാംഗ്വേജ് പഠിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും. ലാംഗ്വേജൊക്കെ പഠിച്ച് പെട്ടെന്ന് എക്സാമൊക്കെ പാസ്സായി പെട്ടെന്ന് വരട്ടെ. നമുക്കിവിടെ ഇഷ്ടംപോലെ ഹൗസ് ബിൽഡിങ്സ് ഉണ്ട്. നേഴ്സിംഗ് മാത്രമല്ല, അത് കൂടാണ്ട് ഇഷ്ടംപോലെ ഹൗസ് ബിൽഡിങ്സ് ഉണ്ട്. എല്ലാവരും ഒക്കെ പെട്ടെന്ന് വരട്ടെ. അപ്പോൾ ജർമ്മനിലെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.